റിപ്പോർട്ടർ ബ്രേക്കിംഗ്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഒ.പി. ടിക്കറ്റിനായി മണിക്കൂറുകൾ ക്യൂ നിന്ന് രോഗികൾ. ഇ ഹെൽത്ത് കാർഡ് സംവിധാനം നടപ്പാക്കുന്നതിനാലാണ് ടിക്കറ്റ് വിതരണം വൈകുന്നതെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. ഇന്നലെ മുതലാണ് രോഗികൾക്ക് UHID കാർഡ് നിർബന്ധമാക്കിയത്. കൂടുതൽ കൌണ്ടറുകളിലൂടെ കാർഡ് വിതരണം ചെയ്ത് പ്രശ്നം പരിഹരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഇക്ബാൽ അറക്കൽ നൽകും കൂടുതൽ വിവരങ്ങൾ. ഇക്ബാൽ അറക്കൽ, പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഒ.പി. ക്യൂ ആണോ നമ്മൾ ഈ കാണുന്നത്? എന്താണ് അവിടെ സംഭവിക്കുന്നത്? സുജയ, ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലാ ആശുപത്രിയുടെ ഒ.പി. ടിക്കറ്റ് വിതരണം ചെയ്യുന്ന ഈ പ്രദേശത്താണ്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. ഇപ്പോഴും നിരവധി ആളുകൾ ഈ ഒ.പി. ടിക്കറ്റ് കിട്ടാൻ വേണ്ടി ഇവിടെ വന്ന് കാത്തു നിൽക്കുകയാണ്. രാവിലെ 3 മണി മുതൽ തന്നെ ഇവിടെ ആളുകൾ ഒ.പി. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. പക്ഷേ ഇതുവരെയും പല ആളുകൾക്കും ഒ.പി. ടിക്കറ്റ് എടുക്കാൻ സാധിച്ചിട്ടില്ല. ഇന്നലെ മുതൽ UHID കാർഡ് ഉള്ളവർക്ക് മാത്രമാണ് ഒ.പി. ടിക്കറ്റുകൾ ആശുപത്രി നൽകുന്നത്. അതായത് ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്ക് വരുമ്പോൾ UHID കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഒ.പി. ടിക്കറ്റ് കിട്ടുള്ളൂ. ഇത് ഇന്നലെ മുതൽ നടപ്പാക്കിയ സംവിധാനമാണ്. ഇത് കൃത്യമായി തന്നെ ജനങ്ങളിലേക്ക് ഈ സംവിധാനത്തെക്കുറിച്ച് എത്തിയിരുന്നില്ല. ഇതാണ് ഇപ്പോൾ ഇത്രയും വലിയൊരു ക്യൂ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു നീണ്ട നിര ഈ ഒ.പി. കൗണ്ടറുകൾക്ക് മുന്നിൽ ഉണ്ടാക്കാൻ കാരണമായത്. ഇപ്പോൾ നിരവധി ആളുകൾ 7 മണിക്കും 6 മണിക്കെല്ലാം വന്ന് നിൽക്കുന്ന ആളുകളാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. എത്ര മണിക്ക് വന്നത്? രാവിലെ ഒരു 5:30 ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയാണ്. ഇവിടെ ഈ ഫ്രണ്ട് ഇനിയും ഒരു 10-50 പേരുണ്ട്. അവിടെ ഇതെല്ലാം കഴിയുമ്പോഴേക്ക് എന്നെ മുന്നിൽ നിന്ന് ഒരുപാട് ആൾക്കാർ തിരിച്ചുപോയി. UHID കാർഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല, ഇന്നാണ് അറിയുന്നത്. ആദ്യമായിട്ടാണ് നമ്മൾ അറിയുന്നത്. ഇവിടെ വരുമ്പോഴല്ലേ ഇതൊരു മുൻകൂട്ടി ഒരു തീരുമാനമൊക്കെ എടുത്തിട്ട് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല. ഇത് പെട്ടെന്ന് ഇങ്ങനെ തീരുമാനം ജനങ്ങൾ ബുദ്ധിമുട്ടല്ലേ. ഇന്നലെ തീരുമാനം വയസ്സാൾ കരഞ്ഞിട്ട് തിരിച്ചു പോകുന്നു. പാവങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ 5 ഫസ്റ്റ് ബസ്സിന് വന്നതാണ്. എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ മാനസിക രോഗത്തിനുള്ള ഡോക്ടറെ കാണിക്കാൻ വന്നു. 7 മണിക്ക്. ഇല്ല, ചെവി ഡോക്ടറെ കാണിച്ചാണ്. ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇവിടെ വന്ന ശേഷമാണ് അറിഞ്ഞത്. കുറച്ച് പേര് ആധാർ കാർഡ് പോലും കൊണ്ടുവന്നിട്ടില്ല. ആർക്ക് ആധാർ കാർഡ് ഫോണിലെത്തവരുണ്ട്. OTP വേണമെന്ന് പറഞ്ഞു. ഇവിടെ എന്താ നിന്നിട്ട് 7 മണിക്ക് എത്തിയതാണ്. 4 മണിക്കൂറായി. ഭക്ഷണം വെള്ളം പോലും ഇല്ലാണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഒരാൾ മാറി നിൽക്കാൻ പോലും ഇല്ലാണ്ടാണ് ഈ നേരം മതി. ഇപ്പോഴാണ് നമുക്ക് അറിയണത് എന്താണ് UHID കാർഡ് എന്നുള്ളത്. അതായത് ഈ ഹെൽത്ത് സംവിധാനം നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് UHID കാർഡുള്ള ആളുകൾക്ക് മാത്രം ഒ.പി. ടിക്കറ്റ് നൽകുക എന്നൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ ആരോഗ്യവകുപ്പ് കടന്നിരിക്കുന്നത്. ഒ.പി. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ആശുപത്രികളിലേക്ക് വരുമ്പോൾ UHID കാർഡ് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഒ.പി. ടിക്കറ്റ് കിട്ടുകയുള്ളൂ. ഇന്നലെ മുതലാണ് ഈ സംവിധാനം നടപ്പാക്കി തുടങ്ങിയത്. UHID കാർഡുകൾ ഒ.പി. കൗണ്ടറുകളിൽ നൽകുന്നുണ്ട്. ഏകദേശം ഒരു രോഗി എത്തുമ്പോൾ UHID കാർഡ് ഇല്ലെങ്കിൽ പുതിയ UHID കാർഡ് എടുക്കാനും അതുപോലെ തന്നെ ഒ.പി. ടിക്കറ്റ് എടുക്കാനും കൂടി 5 മിനിറ്റോളം സമയം എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ വലിയൊരു നീണ്ട നിര തന്നെ ഇപ്പോൾ ഒ.പി. കൗണ്ടറുകൾക്ക് മുന്നിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ തന്നെ കൃത്യമായി തന്നെ ഈ വിവരം മാധ്യമങ്ങളിലൂടെ അറിയിച്ചു എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. ഏതായാലും കൂടുതൽ കൗണ്ടറുകൾ ഒരുക്കി എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കത്തിലേക്ക് കടക്കുന്നു എന്നും ഇപ്പോൾ അധികൃതർ അറിയിക്കുന്നുണ്ട്. ജില്ലാ ആശുപത്രിയുടെ സൂപ്രണ്ട് ഉൾപ്പെടെ അറിയിച്ചത്. എത്ര മണിക്ക് വന്നത് അവിടെ? ഇവിടെ ഞാൻ 7 മണിക്ക് വന്നതാണ്. ഞാൻ ഓർത്തോൻ്റെ ഇല്ല ഒ.പി. ടിക്കറ്റ് പോലും കിട്ടിയിട്ടില്ല. വെയിറ്റ് ചെയ്യാൻ പറയുന്നു. കാർഡ് വേണമെന്ന് പറയുന്നുണ്ട്. അത് പറയുന്നുണ്ട്. അത് സാധാരണ മൊബൈലുള്ളവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. തൽക്കാലം ഇപ്പോൾ സീൽ ചെയ്തിട്ട് വിടുന്നുണ്ട്. സീൽ ചെയ്ത് വിടാൻ തീരുമാനമാണ്. 7 മണിക്ക് വന്നാണ്. ഡോക്ടർമാർ ഇനി 1 മണിക്ക് പോയാൽ ഞങ്ങൾ നമ്മാരിൽ നിന്ന് വന്നിട്ട് ഡോക്ടറിനെ കാണാണ്ട് പോയി വന്നാൽ എന്താ കാര്യമുള്ളത്? 7 മണിക്ക് എത്തിയതാണ്. ഇനി എത്ര നേരം കിട്ടിയിട്ടില്ല. ഞങ്ങൾ കാണിക്കണമെങ്കിൽ ടോക്കൺ എടുത്തു കഴിഞ്ഞാൽ 11 മണി 10 മണിയാകുമ്പോഴേക്ക് കഴിയും. പിന്നെ മരുന്ന് വാങ്ങിയിട്ടൊക്കെ 1:30 പോകണതാണ്. സാധാരണ 10 മണിയാകുമ്പോൾ ഡോക്ടറെ കാണിച്ച് 1 മണിയാകുമ്പോൾ മടങ്ങാറുണ്ട്. 1:30 ചിലപ്പോൾ 2:30 മരുന്ന് വാങ്ങുമ്പോൾ തിരക്കുണ്ടാവുമല്ലോ. അതൊക്കെ വാങ്ങിയിട്ടേ പോകും. 12:15 ആവാറായി. 12:15 അതെ കിട്ടിയിട്ടില്ല. അതാണ് എന്താണ് ഇതിപ്പോൾ ഇതിനൊരു കാരണം വയ്ക്കുമ്പോൾ ഞങ്ങൾ UHID കാർഡ് ഉണ്ടോ? അത് കണ്ടിട്ടില്ലേ. ആധാർ കാർഡ് UHID കാർഡ് കൊണ്ടൊരു പുതിയ കാർഡ് വേണം. ഇൻഷുറൻസ് കാർഡ് ഇവിടെ പല ആളുകൾക്കും ഈ കാർഡ് UHID കാർഡ് എന്ന് പറയുന്ന ഈ കാർഡ് വേണം. ഇതുള്ള ആളുകൾ മാത്രമേ ഇവിടെ ഒ.പി. ടിക്കറ്റ് നൽകുന്നുള്ളൂ. നിങ്ങൾക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയില്ല? അറിയില്ല. അത് 70 വയസ്സാണ്. ഞാൻ 8 മണിക്ക് വന്നതാണ്. ഇവിടെ നേരം 12 മണി കഴിഞ്ഞു. ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഇനിയിപ്പോൾ സാധാ ഫോണുള്ളവർക്ക് ഈ കാർഡ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഒരു സഹപ്രവർത്തക കൂടിയുണ്ട്. നമ്മുടെ ഓഫീസിലെ നമ്മുടെ പാലക്കാട് ബ്യൂറോയിലുള്ള ഒരു സഹപ്രവർത്തകയാണ്. എത്ര മണിക്ക് എത്തി ചേച്ചി? 7 മണിക്ക്. കാണിക്കാൻ കഴിഞ്ഞില്ല ഡോക്ടറെ? ഇല്ല. എന്താ പറയുന്നത്? ഒ.പി. കിട്ടിയിട്ടില്ല. എന്താ കാരണം? എന്താ പറയുന്നത് ഒ.പി. ടിക്കറ്റ് തരാതിരിക്കാൻ? എന്താണ് ഈ ആധാർ കാർഡിൻ്റെ നമ്പർ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര തിരക്കാണ്. അപ്പോൾ എല്ലാവരും സഹകരിച്ചിട്ട് അത് ചെയ്ത് തീർക്കണം. ആധാർ കാർഡ് കയ്യിലുണ്ടായിരുന്നു? ഉണ്ട്. ആധാർ കാർഡ് കൊണ്ട് വന്നു രാവിലെ 7 മണിക്ക് വന്നാണ്.
ആധാർ വേണം പറഞ്ഞാൽ ഇപ്പോൾ ഫോൺ നമ്പർ മതിയില്ല ഇതാ ഇപ്പോൾ പറയുന്നത്. തന്നെ ഇപ്പോഴെന്നെ പലതും അറിയണത് തന്നെ ആധാർ കാർഡ് വേണമെന്നുള്ളത്. ഇവിടെ വന്നപ്പോൾ കുറച്ച് പേര് തിരിച്ചു പോകണമെന്ന് കണ്ടു. പിന്നെ ഇപ്പോൾ ഫോട്ടോ ഉള്ളത് കൊണ്ട് കുറച്ച് പേർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടു. അപ്പോൾ ശരി ഞങ്ങളുടെ കയ്യിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ സംഭവം എന്നുള്ളത് അറിയാൻ പാടില്ല. ഫോൺ നമ്പർ മതി പറഞ്ഞപ്പോൾ ഡോക്ടറെ കാണിച്ചു പോകുന്നത് നേരം വൈകും. എന്തായാലും വൈകാനാണ് ആക്സിഡൻ്റ് ആയിട്ട് വന്നിട്ട് കൊടുക്കാറെന്നൊക്കെ ആയിട്ട് ഇതിപ്പോൾ ഇത്ര നേരം ആയില്ലേ. ഇനിയിപ്പോൾ വൈകും എന്തായാലും ഇത് കിട്ടിയിട്ട് കാണിച്ചിട്ട് പോകുമ്പോൾ. എന്തായാലും നമ്മൾ ആശുപത്രി അധികൃതരുമായി സംസാരിച്ചിരുന്നു. ഇവിടെയുള്ള എത്തിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും OP ടിക്കറ്റ് വിതരണം ചെയ്യും. അവർക്ക് എല്ലാവർക്കും ഡോക്ടറെ കാണാനുള്ള അല്ലെങ്കിൽ ഡോക്ടറെ കണ്ട് ചികിത്സ തേടാനുള്ള സൗകര്യം അല്ലെങ്കിൽ സംവിധാനം ഒരുക്കുമെന്നാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ സമയം ഏകദേശം 12:10 ആവുന്നു. ഇപ്പോഴും ആശുപത്രിയുടെ ഈ OP കൗണ്ടറിന് മുന്നിലുള്ളത് 300-ലധികം ആളുകളാണ് OP ടിക്കറ്റ് എടുക്കാൻ വേണ്ടി. ഇവർക്കെല്ലാം OP ടിക്കറ്റ് കിട്ടുമ്പോഴേക്കും സമയം ഏറെ വൈകും. 2 മണി കഴിഞ്ഞാലും ഈ നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും ടിക്കറ്റ് നൽകാൻ കഴിയുമെന്നൊരു ആശങ്ക അധികൃതർക്കും അതുപോലെ തന്നെ ഇവിടെ OP കൗണ്ടറിലുള്ള ജീവനക്കാർക്കുമുണ്ട്. ഏതായാലും ഇന്ന് ഇവിടെ OP ടിക്കറ്റ് എടുക്കാൻ എത്തിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും OP ടിക്കറ്റ് നൽകും. അത് UHID കാർഡ് ഇല്ലെങ്കിൽ പോലും അവർക്ക് മൊബൈൽ നമ്പർ വഴിക്ക് പുതിയ രജിസ്ട്രേഷനിലൂടെ ഈ കാർഡ് നടപ്പാക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ ഏതായാലും ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത്. എത്ര മണിക്ക് ഇവിടെ 8 മണിക്ക് വന്നതാണ്. കാലും കൈയൊക്കെ വേദന എടുത്തിട്ട് നിൽക്കുകയാണ്. നിൽക്കാൻ OP ടിക്കറ്റ് കിട്ടിയിട്ടില്ല. ആധാർ കാർഡ് അന്ന് എടുത്തിട്ട് വന്നപ്പോൾ വേണ്ട പറഞ്ഞു. ഇപ്പം ഒന്നും എടുത്തിട്ട് വന്നിട്ടില്ല. ഇനി കിട്ടുമോ എന്നുള്ളത് അറിയില്ല. എന്താ സംഭവം എന്നറിയില്ല. നമ്മൾ ഫോണുണ്ട്, പിന്നെ ആദ്യത്തെ ടിക്കറ്റിൻ്റെ ഇതിൻ്റെ ഡോക്ടറിൻ്റെ ചീട്ടുണ്ട്. തരില്ല എന്നൊക്കെ പറയുന്നത്. നോക്കാം. OP ടിക്കറ്റ് കിട്ടിയിട്ട് എപ്പോഴാണ് അതപ്പോൾ ഞങ്ങളിപ്പോൾ ഇതാ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട്. നോക്കാം. എത്ര മണിക്ക് വന്നതാ ടിക്കറ്റ് എടുക്കാൻ? ടിക്കറ്റ് എടുക്കാൻ 8 മണിക്ക് എത്തി. 8 മണിക്ക് എത്തി. നേരെ OP ടിക്കറ്റ് കിട്ടിയില്ല. ഈ UHID കാർഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇവിടെ വന്നപ്പോൾ കേട്ട് ഇതിനു മുമ്പ് കേട്ടിട്ടില്ല. 8:30 മണിക്ക് വന്നാണ് ഇവിടെ. ഞങ്ങളൊക്കെ 9 മണിക്ക് വന്നാണ്. ഇവിടെ ഒരു സെക്യൂരിറ്റി ആരുമില്ല ഒന്നും നിയന്ത്രിക്കാൻ. ഇത് MLA ആയാലും MP ആയാലും അവരുടെ ശ്രദ്ധയിൽപ്പെടണം. ഇതെന്താ പറയുക, ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. UHID കാർഡ് പുറത്തെവിടെയും വെച്ച് നടപ്പാക്കുകയാണെങ്കിൽ സൗകര്യം, തീർച്ചയായും സൗകര്യം. 4-5 മണിക്കൂർ സമയമാണ് ഇവിടെ ആളുകൾ ക്യൂ നിൽക്കുന്നത്. ഭക്ഷണം കാണിക്കാൻ കൂടുതൽ സമയം വേണ്ടി വരും. അതെ. നമ്മൾ പോകുന്ന സമയത്ത് ഡോക്ടർ പോവുകയും ചെയ്യും. എല്ലാവർക്കും ഡോക്ടറെ ഇവിടെ ഒരു ശരിക്കും നിയന്ത്രിക്കാൻ ഒരു സെക്യൂരിറ്റിയുടെ ആവശ്യമാണ്. ആൾക്കാർ വരുന്നവരൊക്കെ ക്യൂ നിൽക്കുന്നവൻ നിൽക്കുക, അല്ലാത്തവർ കയറി. ഡോക്ടർ സമയമായി ഡോക്ടർ പൊയ്ക്കോളും. OPന്ന് പൊയ്ക്കോളും. പിന്നെ നാളെ വരണം. ഇവിടെ തന്നെയാണ് കാണിക്കുന്നത്. ഇന്നിപ്പോൾ എത്ര മണിക്ക് എത്തി? 9:30. ഞങ്ങൾ 8 മണിക്ക്. OP ടിക്കറ്റ് കിട്ടിയിട്ടില്ല. 6 മണിക്ക് വന്നിട്ട് കാലിൽ നീരും കൊണ്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറായി. സംസാരം നോക്കിക്കഴിഞ്ഞാൽ പാലക്കാട് ജില്ലാ ആശുപത്രി നോക്കാനുള്ള അതിനുള്ള ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല. ഡോക്ടർമാർ അതിനുള്ള ഇതൊന്നും നോക്കണമൊന്നുമില്ല. ഇതത്രേ പറയാനുള്ളത്. ഇതാണ് നിരവധി ആളുകൾ, നിരവധി രോഗികളാണ് ഇപ്പോൾ ഈ ക്യൂവിൽ നിൽക്കുന്നത്. ഇത് ആശുപത്രിയുടെ പുറത്ത് വരെ ഈ ക്യൂ നീണ്ടു നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം. കാരണം ഇനി OP ടിക്കറ്റ് വിതരണം ചെയ്ത് പൂർത്തിയാകുമ്പോഴേക്കും സമയം ഏറെ വൈകുമെന്നുള്ളതാണ്. ഇവർക്കെല്ലാം ഡോക്ടർമാരെ സമീപിക്കാൻ അല്ലെങ്കിൽ ഡോക്ടർമാരെ കണ്ട് ചികിത്സ തേടാൻ കഴിയുമെന്നൊരു ആശങ്കയിലാണ് രോഗികൾ മുഴുവനും ഉള്ളത്. UHID കാർഡ് അല്ലെങ്കിൽ ഹെൽത്ത് സംവിധാനം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഒരു പ്രശ്നം സംഭവിച്ചതെന്നാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും വരും ദിവസങ്ങളിൽ ഈ പ്രശ്നം ആളുകൾ ഇങ്ങനെ കുഴഞ്ഞു നിൽക്കുകയാണ്. സാധാരണഗതിയിൽ OPയിൽ ഡോക്ടർ ഉണ്ടാവുക എത്ര മണി വരെയാണ് അവിടെ? സുജിയ, അതായത് 12:30 മണി വരെയാണ് OP ടിക്കറ്റ് വിതരണം നടക്കുക. അതിനുശേഷം ഇപ്പോൾ 12:15 ഒരു 3 മണി 4 മണി വരെ ഇവിടെ ഡോക്ടർമാരുടെ ചികിത്സ. ഇക്ബാൽ, സമയം 12:15 ഇനി ഇപ്പോൾ നിലവിൽ ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത് 12:30 മണി കഴിഞ്ഞാലും ഇന്ന് വന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും OP ടിക്കറ്റ് വിതരണം ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏട്ടാ, ഇനിയിപ്പോൾ ലാസ്റ്റാണ് നിൽക്കുന്ന ക്യൂവിൻ്റെ. OP ടിക്കറ്റ് കിട്ടുമോ അറിയില്ല, പോയാലേ അറിയുള്ളൂ. ഏത് ഡോക്ടറെ കാണിക്കാൻ കാർഡിയോളജി. എവിടെ നിന്ന് വരുന്നത്? ഞങ്ങൾ ഭയങ്കര ഇതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നു. ഈ തിരക്ക് എന്താണെന്ന് അറിഞ്ഞോ? ഒരു UHID കാർഡ് വേണം. ആ കാർഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആധാർ കാർഡല്ലേ? ആധാർ കാർഡല്ല, UHID കാർഡ് കൊണ്ടൊരു കാർഡ് വേണം. അതൊന്നുമില്ല. ആധാർ കാർഡ് കൊണ്ടുവന്നുണ്ട്. ഏതായാലും ആധാർ കാർഡും അതുപോലെ തന്നെ മറ്റ് രേഖകളും ഉള്ളവർക്ക് OP കൗണ്ടറുകളിൽ നിന്ന് തന്നെ UHID കാർഡ് തയ്യാറാക്കി നൽകുന്നുണ്ട്. അതാണ് ഇത്തരത്തിൽ രീതിയിൽ വലിയ രീതിയിൽ അറിയിപ്പ് കൂടി കൊടുക്കാം. ഇപ്പോൾ ഈ